തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. വിജയപ്രതീക്ഷയിലും പ്രവർത്തനങ്ങൾ ചിട്ടയാർന്നുമാണ് ഓരോ മുന്നണികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. LDF തെരഞ്ഞെടുപ്പ് നിയന്ത്രണങ്ങൾ നടക്കുന്നത് നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഓഫീസിൽ നിന്നാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ ഒരു 10-20 ദിവസമായി ഈ ആഫീസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തിരൂർ മുനിസിപ്പാലിറ്റിയിലെയും 6 പഞ്ചായത്തുകളിലേക്കും ആവശ്യമായിട്ടുള്ള പ്രചരണ സാമഗ്രികൾ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥി പര്യടനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ വാഹനങ്ങൾ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ പോവുക, പാർട്ടി നേതാക്കന്മാരുടെ പ്രചരണ പരിപാടികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, എല്ലാം ഈ ആഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 10ഓളം ആളുകൾ ഈ ആഫീസിൽ സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്ക് കൊടുക്കുന്ന സജി സോമനാഥ് ഉണ്ട്, ഓഫീസ് വർക്കുകൾ നടത്തുന്ന സോമൻ, പിന്നെ ഷീന, സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സലീം, പിന്നെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ദിവ്യ, അങ്ങനെ പിന്നെ അതിനകത്ത് കുറേ പ്രവർത്തകന്മാരുണ്ട്. എല്ലാവരും ഒരു പിന്നെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മിഥുന്, അങ്ങനെ ഒരു 10ഓളം ആളുകൾ ഈ ആഫീസും വിഷയങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ആഫീസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസ് 24 hours പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രാവശ്യം LDFന് തിരൂർ നിയോജകമണ്ഡലം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ദൈനംദിന ഓഫീസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ ബൂത്തുകളിലും സജീവമായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഓഫീസിൻ്റെ പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് ലീഗിൻ്റെ ഒരു ഇതല്ലേ, മണ്ഡലമല്ലേ, നോക്കുക, നമ്മളെ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട്. ഞങ്ങൾ ജയിക്കലാണ് ഞങ്ങൾ ആവശ്യം. എല്ലാ കണക്കുകളും കൈകാര്യം ചെയ്യുന്നത് കണക്ക് കൂട്ടുന്നതൊക്കെ നിങ്ങളാണെന്ന് പറഞ്ഞത്. എങ്ങനെ കണക്കൂട്ടൽ ശരിയാവുമോ? കണക്കൂട്ടൽ ശരിയാവണമല്ലോ. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണുള്ളത്. നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നല്ല പ്രവർത്തനത്തിലാണ്, ജയിക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കമ്മിറ്റിയുടെ സ്റ്റോർ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മണ്ഡലത്തിലേക്ക് ആവശ്യമായ മുഴുവൻ മെറ്റീരിയലുകളും ഇവിടെ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യുന്നത് പേരെന്തായിരുന്നു? സലീമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ പ്രവർത്തനങ്ങൾ? സ്റ്റോർ റൂമൊക്കെ സജീവമായിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ? 20 ദിവസത്തോളമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം. LDFൻ്റെ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലെ മൊത്തം ജനങ്ങൾ ഏറ്റെടുത്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മണ്ഡലത്തിൽ മൊത്തം 243 ബൂത്തുകളാണുള്ളത്. ഓരോ ബൂത്തുകളിലെ പ്രവർത്തകരും ഓരോ ദിവസം ചെല്ലും തോറും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറ്റുന്നത്. അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് LDFൻ്റെ സ്ഥാനാർത്ഥി വളരെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തിരൂർ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മെറ്റീരിയലൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞോ? ഏകദേശം ഒരു 4 റൗണ്ടോളം മെറ്റീരിയലുകളൊക്കെ എല്ലാ ബൂത്തുകളിലേക്കും എത്തിക്കഴിഞ്ഞു. 10-20ഓളം ആളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി തന്നെ ഇതിൻ്റെ സാധന സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്നതിനുമായി മുഴുവൻ സമയ പ്രവർത്തനത്തിലാണ് ഈ ഇടതുപക്ഷ പ്രവർത്തകർ. പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് സപ്ലൈ ചെയ്യുന്നത്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലും ഇത് സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ശുഭപ്രതീക്ഷയിലാണ് LDF പ്രവർത്തകരും നേതാക്കളും, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയും. ഇനി ഫലമറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. തിരൂരിനെ ആര് തൂക്കുമെന്ന് നമുക്ക് അന്നറിയാം. നന്ദി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.